നമസ്കാരം. വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുമായിട്ട് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒഴിവുള്ള സീറ്റ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ടിക്കറ്റ് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ പോകുന്ന ഉച്ചയ്ക്ക് 2:50 കോട്ടയം വഴി പോകുന്ന ജനശതാബ്ദിന്റെ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റാണ്. ഈ ടിക്കറ്റ് ഞാൻ നേരിട്ട് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നേരിട്ട് പോയി എടുത്ത ടിക്കറ്റാണ്. അപ്പോൾ ഓൺലൈനായിട്ട് എടുത്തതല്ല. അപ്പോൾ ഓൺലൈനായിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് എങ്കിൽ നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ സാധിക്കില്ല. കാരണം ഓൺലൈനായിട്ട് എടുത്ത ടിക്കറ്റിന്റെ ക്യാഷ് നമുക്ക് തിരിച്ച് നമ്മളെ അക്കൗണ്ടിലേക്ക് കയറുന്നതാണ്. ഒരു സർവീസ് ചാർജ് ഈടാക്കിയിട്ട് തിരിച്ച് നമ്മളെ അക്കൗണ്ടിലേക്ക് കയറുന്നതുകൊണ്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരിക്കലും ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റില്ല ഓൺലൈനായിട്ട് എടുത്ത ടിക്കറ്റ്. പക്ഷേ ഈ ടിക്കറ്റ് ഞാൻ ഫിസിക്കലായിട്ട് എടുത്ത ടിക്കറ്റാണ്. ഈ ടിക്കറ്റിന്റെ ക്യാഷ് നമുക്ക് തിരിച്ചു കിട്ടാത്തതുകൊണ്ട് തന്നെ റെയിൽവേ ചെറിയൊരു സൗകര്യം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. യാത്ര ചെയ്യാം, നമുക്ക് സീറ്റ് കൺഫേം അല്ല, നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ ഇത് ഉപയോഗിച്ച് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റേഷനുകളിൽ ഒഴിവുണ്ടാവും, സീറ്റ് ഒഴിവുണ്ടാവും. പക്ഷെ അത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? അതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫോൺ എടുത്തിട്ട് ഗൂഗിളിൽ IRCTC ടിക്കറ്റ് ബുക്കിംഗ് ലോഗിൻ അത് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ IRCTC ടാപ്പ് ചെയ്യുക. IRCTC നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു വിൻഡോ ആണ് അടുത്തതായിട്ട് ഓപ്പൺ വരുന്ന. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഈ ഒരു വിൻഡോയിൽ കാണുന്നില്ല ചാർട്ട് ഓർ വേക്കൻസി. അപ്പോൾ ഈ ചാർട്ട് ഓർ വേക്കൻസിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഓപ്പൺ ആവുന്ന വിൻഡോ ആണ് ഇത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ട്രെയിനിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. എനിക്ക് യാത്ര ചെയ്യേണ്ട ട്രെയിനാണ് 120/82 കണ്ണൂർ ജനശതാബ്ദി. അപ്പോൾ നമ്മൾ കയറുന്ന സ്റ്റേഷൻ ഏതാണെന്നും കൂടെ അടിയിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഗെറ്റ് ട്രെയിൻ ചാർട്ട് കൊടുക്കുക. ഇതിനകത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഓരോ കോച്ചിൻ്റെയും നമ്പർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. C1, C2, C3 അങ്ങനെ തൊട്ടിട്ട്. അപ്പോൾ ഞാൻ നോക്കാൻ പോകുന്നത് D12 വേക്കൻസി ഉണ്ടോയെന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. D12 തന്നെ സെലക്ട് ചെയ്യണമെന്നില്ല കേട്ടോ. നമുക്ക് ഏത് കോച്ചോ ഏത് ബോഗി വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനകത്തുള്ള വേക്കൻസിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും താഴെ എഴുതി വെച്ചത് കണ്ടോ, ഒക്യുപ്പൈഡ് ഫോർ ഫുൾ ജേണി, ഒക്യുപ്പൈഡ് ഫോർ പാർട്ട് ജേണി, വേക്കൻറ്റ് ഫോർ ഫുൾ ജേണി. അപ്പോൾ വെള്ള നിറത്തിലുള്ളത് മുഴുവൻ സീറ്റ് ഫുള്ളാണ്. ഈ മഞ്ഞ നിറത്തിൽ കാണിക്കുന്നതാണ് ഏതെങ്കിലും സ്റ്റേഷൻ്റെ ഇടയ്ക്ക്, ഇപ്പോൾ എറണാകുളം ടു തൃശ്ശൂരോ അല്ലെങ്കിൽ ട്രിവാൻഡ്രം ടു എറണാകുളമോ ഏതെങ്കിലും സ്റ്റേഷനിൽ വേക്കൻസി ഉണ്ടാവും ഈ മഞ്ഞ നിറത്തിൽ കാണിക്കുന്നത്. പച്ച നിറമാണെന്നുണ്ടെങ്കിൽ ആ സീറ്റ് മുഴുവൻ വേക്കൻ്റ് ആണ് എന്നാണ് അതിനർത്ഥം. ഇതിനകത്ത് കണ്ടില്ലേ 42W, 48W, 54W. അപ്പോൾ ഇതൊക്കെ സീറ്റ് നമ്പറാണ്. അപ്പോൾ അതിൽ ആ സീറ്റ് നമ്പറിൽ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വരും. ഞാൻ സീറ്റ് നമ്പർ 66 സെലക്ട് ചെയ്തപ്പോൾ കണ്ടില്ലേ, ട്രിവാൻഡ്രം സെൻട്രൽ ടു കൊല്ലം വേക്കൻറ്റ്, കൊല്ലം ജംഗ്ഷൻ തിരൂർ ഒക്യുപ്പൈഡ്, തിരൂർ ടു കണ്ണൂർ വേക്കൻറ്റ്. ഇതുപോലെ നമ്മൾ ഏത് സീറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഇതുപോലെ വരും. ഏതൊക്കെ ഒക്യുപ്പൈഡ് ആണ്, ഏതൊക്കെ വേക്കൻ്റ് ഉണ്ട്, ഏതൊക്കെ സ്റ്റേഷൻ തൊട്ടിട്ട് ഏതൊക്കെ സ്റ്റേഷൻ വരെയാണ് നമുക്ക് ഫ്രീ ഉള്ളത്. ഇതിൽ ഏത് സീറ്റ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണിച്ചു തരും. എനിക്ക് യാത്ര ചെയ്യേണ്ടത് ട്രിവാൻഡ്രം ടു കോഴിക്കോടാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി ഞാൻ സെലക്ട് ചെയ്തത് സീറ്റ് നമ്പർ 41 ആണ്. അപ്പോൾ ഈ 41 കണ്ടില്ലേ, ട്രിവാൻഡ്രം സെൻട്രൽ ടു എറണാകുളം ടൗണ് വേക്കൻറ്റ്. അപ്പോൾ അത്രയും ദൂരം എനിക്ക് ഈ സീറ്റിൽ ഇരുന്നിട്ട് പോവാം. ഇതുപോലെ തന്നെ നമ്മൾ മറ്റ് സീറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ എറണാകുളം ടു കോഴിക്കോട് ഒഴിവുള്ള സീറ്റുകൾ ഏതെങ്കിലുമൊക്കെ കാണും. അല്ലെങ്കിൽ എറണാകുളം ടു തൃശ്ശൂർ ഒഴിവുണ്ടാവും, തൃശ്ശൂർ ടു കോഴിക്കോട് ഒഴിവുണ്ടാവും. അപ്പോൾ ഏതാ ആ സീറ്റ് ഒഴിവുള്ളത് നമ്മൾ ഇതുപോലെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആ സീറ്റിൽ പോയി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെയും നമ്മൾ വേറെ ആൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് കൊടുക്കേണ്ട ഒരു ആവശ്യം വരില്ല. അങ്ങനെ ഞാൻ D12 കമ്പാർട്ട്മെൻറ്റിൽ കയറിയതാ കണ്ടില്ലേ, 40, 41, 42 ആ സീറ്റിലാണ് ഞാനിതായിരിക്കുന്നത്. ഈ സീറ്റിൽ പിന്നെ എറണാകുളം വരെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ശേഷം എറണാകുളം എത്തിയപ്പോൾ ആൾ വന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ എറണാകുളം ടു തൃശ്ശൂർ നോക്കി, തൃശ്ശൂർ ടു കോഴിക്കോട് നോക്കി. അങ്ങനെ തിരുവനന്തപുരം തൊട്ടിട്ട് കോഴിക്കോട് വരെ ഞാൻ ഒഴിവുള്ള വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് ആണെങ്കിൽ പോലും ഒഴിവുള്ള സീറ്റുകൾ കണ്ടുപിടിച്ച് അതിനകത്ത് ഇരുന്ന് ആണ് ഞാൻ യാത്ര ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ചാർട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ വേക്കൻസി സീറ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് ആണെങ്കിലും നമുക്ക് സീറ്റ് കണ്ടുപിടിച്ച് വേക്കൻ്റുള്ള സീറ്റിൽ ഇരുന്ന് നമുക്ക് യാത്ര ചെയ്യാം.